നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര കരിക്കത്ത് തണലായി നിന്നിരുന്ന ഇലവുമരം മുറിച്ചു കളഞ്ഞു. മരത്തിന്റെ ബലക്കുറവ് കാരണമാണ് ജില്ലാ അധികൃതർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ബസ് യാത്രക്കാർക്കും വഴിയാത്രക്കാർക്കും ഒരു അടയാളമായിരുന്നു ഈ മരം. ഈ മരം നമ്മുടെ കരിക്കത്തിൻ്റെ ഒരു അടയാളമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ബസ്സിനകത്ത് കൊട്ടാരക്കരയിൽ നിന്നൊക്കെ വരുമ്പം തന്നെ ഈ മരത്തിൻ്റെ ഒരു അടയാളം വെച്ചാൽ നമ്മൾ കൊച്ചുനാളിലൊക്കെ വരുന്നത് നമ്മുടെ കരിക്കത്തിൻ്റെ ഒരു തലയെടുപ്പായിരുന്നു ഈ മരം. പക്ഷേ ഈ മരം അടുത്ത സമയത്തായിട്ട് ഈ മരത്തിൻ്റെ ഒരു കൊമ്പൊടിഞ്ഞ് വീണ് ഒരു ഓട്ടോ തകർന്നായിരുന്നു. അപ്പോഴാണ് ഈ മരത്തിന് ഇച്ചിരി ബലക്കുറവുണ്ടെന്നും ഇതിങ്ങനൊരു അപകട സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ കഴിവതും ഈ മരത്തെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടുകാരും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിരുന്നു. പിന്നെ അടുത്ത സമയത്തായിട്ട് പിന്നെ കളക്ടറുടെ KSTPയുടെ കാര്യമായിട്ട് ഈ മരം മുറിച്ച് മാറ്റണമെന്ന രീതിയിൽ വന്നായിരുന്നു. അതിന് മുന്നോടിയായിട്ട് ഇവിടെ എതിർപ്പുകളും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ പിന്നെ നാട്ടുകാർ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ സമ്മതിക്കേണ്ടി വന്നു എന്ന് വെച്ച അവസ്ഥയിൽ. അങ്ങനെ ഞങ്ങൾ ഈ മരത്തിന് യാത്രയപ്പൊക്കെ കൊടുത്ത് മരം മുറിക്കാൻ അനുവദിച്ച് പിന്നെ അവിടെ മരത്തിൻ്റെ മൂട്ടിലും ഞങ്ങൾ മൈക്കൊക്കെ വെച്ച് അതിൻ്റെ ആ യാത്രയപ്പൊക്കെ നൽകിയതാണ്. പിന്നെ അതിന് ശേഷം പിന്നെ ഒരാൾ ഈ മുറിക്കുന്നതിന് ആയി ബന്ധപ്പെട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി മരിക്കത്തക്കതായിട്ട് ഉള്ള ഒരു വീഴ്ചയാണ് വീണത്. അതാണ് ഭാഗ്യം കൊണ്ട് ആ മരത്തിൻ്റെ മൂട്ടിൽ ഈ 2 കടയിലെ ഈ കൊലയൊക്കെ വെക്കുന്നതിൻ്റെ കാളാമണ്ടിയൊക്കെ അവിടെ കിടന്നുകൊണ്ട് തലഭാഗം വന്ന് അടിച്ചില്ല. അങ്ങനെ അയാൾ എന്തായാലും ജീവൻ രക്ഷപ്പെട്ടു. പക്ഷെ അതിന് ശേഷം പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം കുറേ ലേബറായി ഒത്തിരി ഈ ഇലക്ട്രിക്കൽ ലൈനിൻ്റെ കമ്പികൾ അഴിച്ചു കൊടുക്കാത്തത് കാരണം ഇവർക്ക് ഒരുപാട് സമയം ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഇന്നെന്തോ ഇച്ചിരി ആൾ കൂടിയിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. കാര്യം അത് ഇടപെട്ട് കഴിഞ്ഞാൽ ഫലമില്ലെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയോ അങ്ങനെ എനിക്ക് പോയില്ല. എന്തായാലും അത് മുറിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്ന് തീരുമെന്ന് തോന്നുന്നില്ല.